ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് പന്തളം ഇടത്താവളത്തിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം പൂർണ്ണമായി നടപ്പാക്കുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അറിയിച്ചു. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ശബരിമല തീർത്ഥാടനം ആരംഭിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം നടന്നു. ശബരിമല ക്ഷേത്ര പരിസരത്ത് പ്ലാസ്റ്റിക് വസ്തുക്കൾ, പേപ്പർ പ്ലേറ്റ്, കപ്പ് തുടങ്ങിയവയുടെ ഉപയോഗം തടയും. കടകളിൽ നഗരസഭ, പോലീസ്, റവന്യൂ സംയുക്ത പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്ലാസ്റ്റിക് ഒരു കാരണവശാലും നമുക്കിവിടെ ഉപയോഗിക്കാൻ പാടില്ല. അത് കർശന നിലപാട് സ്വീകരിക്കണം. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം നമുക്ക് പൂർണ്ണമായും നടത്തിയേ പറ്റും. അതുപോലെ പേപ്പർ, കപ്പ് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് കർശനമായ പരിശോധന കാര്യത്തിൽ വേണം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഈ കടകളിലെല്ലാം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനായിട്ട് പോലീസും നഗരസഭാ സെക്രട്ടറിയും നഗരസഭാ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായ റവന്യൂ സംയുക്തമായ പരിശോധന നടത്തി അത് പിടിച്ചെടുക്കണം. കൈവശം വെക്കുന്നവരൊരു നടപടി സ്വീകരിക്കണം. അതുകൊണ്ട് അക്കാര്യത്തിൽ ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വളരെ നമുക്ക് കർശനമായ കാര്യം പാലിക്കണം. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പന്തളത്ത് 9 ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കും. ഇടത്താവളത്തിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസിൽ വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവരെ ദേവസ്വം ബോർഡ് നിയോഗിക്കും. അടുത്ത മാസം യോഗം ചേർന്ന അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. ജില്ലാ ഭരണകൂടത്തിന്റെ മേൽനോട്ടത്തിൽ ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയുടെ പരിധിയിൽ വിശുദ്ധി സേനയുടെ പ്രവർത്തനവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണനും പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.